ഒരുപാട് പാർട്ടികൾ വിപ്ലവം വിജയിക്കട്ടെ എന്ന് പറയാറുണ്ട്. നമ്മുടെ ഇന്ത്യൻ ജനാധിപത്യത്തിൽ വിശ്വസിക്കുകയും തിരഞ്ഞെടുപ്പിന് മത്സരിക്കുകയും MLA ആവുകയും MP ആവുകയും മന്ത്രിയാവുകയും മുഖ്യമന്ത്രിയാവുകയും ഒക്കെ ചെയ്തിട്ട് ഇന്ത്യൻ ജനാധിപത്യത്തിൻ്റെ എല്ലാ നിലപാടുകൾക്കും വിധേയരായി പ്രവർത്തിച്ചിട്ടാണ്, അല്ലെങ്കിൽ അതിനെ ചോദ്യം ചെയ്യാൻ ഭരണത്തെ ചോദ്യം ചെയ്യുന്ന ആൾക്കാർ ആർക്കുണ്ടോ ഈ പാർട്ടിയിൽ? ഒരു പാർട്ടിയിലുമില്ല. പിന്നെ എന്താണ് ഈ വിപ്ലവം? തോക്ക് കൊണ്ട് വെടിവെക്കുന്ന വിപ്ലവമാണ്. അത് ഏതെങ്കിലും ഒരുത്തിൻ്റെ കയ്യിൽ തോക്കുണ്ടോ? ഒരു പൊട്ടാത്ത തോക്കെങ്കിലും ഉണ്ടോ? പിന്നെന്താണ് വിപ്ലവം? കത്തിയെടുത്ത് കുത്തി കൊല്ലലാണ്. അതാണോ വിപ്ലവം ജയിക്കട്ടെ? എന്താണ് വിപ്ലവം ജയിക്കട്ടെ എന്ന് പറയുന്നത്? ഇൻക്ലാബ് സിന്ദാബാദ് എന്ന് പറഞ്ഞാൽ വിപ്ലവം ജയിക്കട്ടെ എന്നാണത്രേ. എന്തിനാണ് അത് വിളിച്ചു പോകുന്നത്? ആരെ പറ്റിക്കാൻ വേണ്ടി ചെയ്യുന്നത്? എനിക്ക് മനസ്സിലായിട്ടേ ഇല്ല. ജനാധിപത്യത്തിൻ്റെ ഒരു കുഴപ്പം എന്ന് പറഞ്ഞാൽ തിരഞ്ഞെടുക്കപ്പെട്ടവരുടെ സ്വേച്ഛാധിപത്യമായിട്ട് ഒരു കാലത്ത് മാറും എന്ന്. അത് തന്നെയാണ് നടക്കുന്നത്. അതായത് പ്രശ്നം എവിടെയാണെന്ന് വെച്ചാൽ സമ്പന്നത എന്തെന്നറിയാത്ത ആളുടെ കയ്യിൽ, സമ്പന്നത എന്തെന്നറിയാത്ത ഒരാളിൻ്റെ കയ്യിൽ സമ്പത്തും അധികാരവും ഒന്നിച്ച് കിട്ടുക. അപ്പോൾ കാലിടറി പോവുക. അധികാരം എന്ന് പറഞ്ഞാൽ അതൊരു ലഹരിയാണെന്നാണ് പറയുന്നത്. അതിനേക്കാളും വലിയ ലഹരി ഇല്ലെന്നാണ് പറയുന്നത് അനുഭവിച്ചവർ. നമുക്കൊന്നും അറിയില്ല.